ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरये। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवतीरुत्तमश्लोके भक्तिर्भवति नैष्ठिकी। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं श्रीचैतन्यमीश्वरं श्रीपरमानन्दमाधवं। ഭഗവത്ഗീത അധ്യായം 13 ശ്ലോകം 15. അധ്യായം 15 ശ്ലോകം 15. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനം അപോഹനം ച വേദേഷു സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേഹ ചാഹം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദേഷു സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേഹ ചാഹം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദേഷു സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേഹ ചാഹം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദേഷു സർവൈരഹമേവ വേദ്യോ വേദാന്തവിദേഹ ചാഹം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദേഷു സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേഹ ചാഹം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദേഷു സർവൈരഹമേവ വേദ്യോ വേദാന്തവിദേഹ ചാഹം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദേഷു സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേഹ ചാഹം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിർജ്ഞാനമപോഹനം ച വേദേഷു സർവൈരഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേഹ ചാഹം. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ
മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദേഷ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേഹ ചാഹം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ട മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദേഷ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേഹ ചാഹം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദേഷ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേഹ ചാഹം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദേഷ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേഹ ചാഹം സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദേഷ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേഹ ചാഹം ഉറച്ചു പറയണം മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദേഷ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേഹ. നല്ലപോലെ പറയുന്നുണ്ട്. പേടിക്കുന്നുണ്ടാ പ്രശ്നം. ഉറച്ചും പറഞ്ഞാൽ മതി. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതിജ്ഞാനമപോഹനം ച വേദേഷ സർവൈരഹമേവ വേദ്യോ വേദാന്തകൃദ്വേദവിദേഹ ചാഹം. വാക്കർത്ഥം: അഹം, ഞാൻ, സർവസ്യ ച, സർവജീവികളുടെയും, ഹൃദി, ഹൃദയത്തിൽ, സന്നിവിഷ്ട, സന്നിവിഷ്ടൻ, അധിഷ്ഠിതൻ, സ്മൃതി, സ്മൃതിയും, ഓർമ്മയും, ജ്ഞാനം, ജ്ഞാനവും, അറിവും, അബോഹനം ച, വിസ്മരണവും, മറവിയും, മത്ത, എന്നിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സർവവേദൈശ്ച, സർവവേദങ്ങളാലും, വേദ്യം, അറിയപ്പെടേണ്ടവൻ, അഹം ഏവ, ഞാൻ തന്നെയാണ്, വേദാന്തകൃത്, വേദാന്ത നിർമ്മിതാവും, വേദവിച്ച, വേദജ്ഞനും, അഹമേവ, ഞാൻ തന്നെ. വിവർത്തനം ഭാവാർത്ഥം കൃഷ്ണകൃപാമൂർത്തി എസ് സി ഭക്തിവേദാന്ത സ്വാമി ശീല പ്രഭുപാദ് കി ജയ്. സർവജീവികളുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു. സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണ് ഉളവായത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെ. വേദാന്തമുണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ്. ഭാവാർത്ഥം: ഭഗവാൻ പരമാത്മരൂപേണ സർവഹൃദയത്തിലും സ്ഥിതി ചെയ്യുന്നുണ്ട്. എല്ലാ കർമ്മങ്ങളും അദ്ദേഹത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. തന്റെ മുൻജന്മ സംഭവങ്ങളെ ജീവാത്മാവ് മറന്നുപോകുന്നു. എങ്കിലും മുൻ കർമ്മങ്ങൾ എല്ലാം സാക്ഷിയായിരുന്ന ഭഗവാൻ നിർദ്ദേശിക്കുന്നതിനനുസരിച്ച് വേണം ജീവാത്മാവ് പ്രവർത്തിക്കാൻ. തന്മൂലം മുൻജന്മ കർമ്മങ്ങൾ അനുസരിച്ചാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. സ്മരണയും വേണ്ടുന്നത്ര അറിവും നൽകപ്പെട്ടിട്ടും
കഴിഞ്ഞ ജന്മങ്ങളെ പറ്റി ജീവൻ മറന്നു പോവുകയാണ്. പരംപുരുഷൻ സർവവ്യാപി മാത്രമല്ല, ഓരോ വ്യക്തിഹൃദയത്തിലും സ്ഥിതി ചെയ്യുന്നവനുമാണ്. വിവിധ ഫലോദിഷ്ട കർമ്മങ്ങൾ ഭഗവാൻ ഫലം നൽകുന്നു. വ്യക്തിശൂന്യ ബ്രഹ്മമെന്ന നിലയിലോ പരമപുരുഷനായോ ഹൃദയസ്ഥനായ പരമാത്മാവെന്ന നിലയിലോ മാത്രമല്ല, വേദ അവതാര മൂർത്തിയായും ഭഗവാൻ ആരാധിക്കപ്പെടുന്നു. മനുഷ്യർക്ക് വേണ്ടും വിധം ജീവിതം നയിച്ച് സ്വഭാവനമായ ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചെത്താൻ ഉതകുന്ന നിർദ്ദേശങ്ങൾ വേദങ്ങളാണ് നൽകുന്നത്. പരമദിവ്യോത്തം പുരുഷനായ കൃഷ്ണനെ പറ്റിയുള്ള അറിവ് നമുക്ക് വേദങ്ങളിലൂടെയാണ് ഉണ്ടാവുന്നത്. വ്യാസദേവനായി അവതരിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് വേദാന്ത സൂത്രം രചിച്ചത്. ഭാഗവത്തിൽ ചേർത്തിട്ടുള്ളതും വ്യാസകൃതവുമായ വേദാന്ത സൂത്ര ഭാഷ്യം ആ കൃതിയെപ്പറ്റി ശരിയായ അറിവ് നൽകുന്നു. ബദ്ധനായ ജീവാത്മാവിന്റെ വിമോചനത്തിനു വേണ്ടി ഭക്ഷ്യ വിഭവങ്ങൾ സൃഷ്ടിക്കുകയും അവയെ ഉദരാഗ്നിയാൽ ദഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു. കർമ്മങ്ങൾക്ക് സാക്ഷിയായി നിൽക്കുന്നു. വേദസ്വരൂപിയായും ഗീതോപദേഷ്ടാവായും ശ്രീകൃഷ്ണ ഭഗവാനായും ജ്ഞാനപ്രദാനം തുടർന്നു പോരുന്നു. അത്രയും പരിപൂർണനാണ് ഭഗവാൻ. ബദ്ധനായ ജീവാത്മാവിന് പരമ ആരാധ്യൻ തന്നെ. സർവശ്രേഷ്ഠനും കരുണാശാലിയുമാണ് ആ പരമപുരുഷൻ. അന്തഃപ്രവിഷ്ട ശാസ്ത ജനാനാം. ദേഹം ത്യജിക്കുമ്പോൾ ജീവന് വിസ്മൃതി ഉണ്ടാവുന്നു. എങ്കിലും ഭഗവത് നിയോഗത്താൽ കഴിഞ്ഞ ജന്മം ചെയ്തു നിർത്തിയ ഘട്ടത്തിൽ നിന്ന് തന്നെ ജീവന് തന്റെ പുതിയ പ്രവർത്തനങ്ങൾ തുടരാനാകും. അതേക്കുറിച്ച് ജീവൻ മറന്നുപോയാലും അത് മനസ്സിലാക്കുന്നതിനാവശ്യമുള്ള ബുദ്ധിവൈഭവം ഭഗവാൻ നൽകുന്നു. ഹൃദയസ്ഥനായ പരമാത്മാവിന്റെ നിയോഗമനുസരിച്ച് ഈ ലോകത്തിൽ സുഖദുഃഖങ്ങൾ അനുഭവിക്കുക മാത്രമല്ല ജീവൻ ചെയ്യുന്നത്, ഭഗവാനിൽ നിന്ന് തന്നെ വേദവിജ്ഞാനം നേടാനുള്ള അവസരവും അയാൾക്ക് കിട്ടുന്നുണ്ട്. വേദജ്ഞാനത്തിന് താല്പര്യമുള്ള ഒരാത്മാവിന് അതിനു വേണ്ടുന്ന വീക്ഷണശക്തി കൃഷ്ണൻ നൽകുന്നു. എന്തിനാണ് ഭഗവാൻ അറിവിന് വേണ്ടി വേദജ്ഞാനത്തെ വെളിപ്പെടുത്തിയത്? ഓരോ ജീവാത്മാവും ആവശ്യമാണ് കൃഷ്ണനെ കുറിച്ചുള്ള അറിവ് എന്നതാണ് കാരണം. വൈദ്യസാഹിത്യവും ഇത് സ്ഥിരീകരിക്കുന്നു. യോസൗ സർവേ വേദീഘ്യതേ. 4 വേദങ്ങളും വേദാന്ത സൂത്രവും ഉപനിഷത്തുകളും പുരാണങ്ങൾ ഉൾപ്പെടെ വൈദ്യസാഹിത്യത്തിൽ നിന്ന് ഭഗവത് മഹിമകൾ കീർത്തിക്കപ്പെടുന്നു. വേദോക്ത കർമാനുഷ്ഠാനങ്ങളും വൈദിക തത്വചിന്തയും ഭക്തിയുതമായ ഭഗവത് സേവനവും എത്തിക്കുന്നത് കൃഷ്ണന് തന്നെ. അതുകൊണ്ട് വേദങ്ങളുടെ ഉദ്ദേശവും കൃഷ്ണനെ മനസ്സിലാക്കുക എന്നതാണ്. കൃഷ്ണനെ അറിയാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങളും ഭഗവത് സാക്ഷാത്കാരത്തിന് ഉതകുന്ന പ്രക്രിയകളും വേദങ്ങളിലുണ്ട്. പരമമായ പ്രാപ്യസ്ഥാനമാണ് പരമദിവ്യോത്തം പുരുഷൻ. തത് സമന്യ എന്ന വേദാന്ത സൂത്രം ഇപ്രകാരം സ്ഥിരീകരിക്കുന്നു. പരിപൂർണതയിലേക്ക് ഉള്ള പടവുകൾ 3 വൈദ്യസാഹിത്യം പഠിച്ച് പരമപുരുഷനും താനുമായുള്ള ബന്ധം എന്തെന്നറിയാം. അടുത്തതായി വിവിധ പ്രക്രിയകളിലൂടെ ഭഗവാനോട് അടുക്കുക. അവസാനം പരമപുരുഷനായ ആത്യന്തിക ലക്ഷ്യത്തെ പ്രാപിക്കുക. വേദങ്ങളുടെ ഉദ്ദേശം, വേദജ്ഞാനം, വേദങ്ങളുടെ പരമലക്ഷ്യം എന്നിവ ഈ ശ്ലോകത്തിൽ വ്യക്തമായി നിർവചിച്ചിരിക്കുന്നു. ഓഫ് ആക്കി ജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനെ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണി നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശത്താരണി. വാഞ്ചാകൽപതരൂപശ്യ കൃപാസിന്ധുഭ്യേവ ച
പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ അനന്തകോടി വൈഷ്ണവ വൃന്ദ की जय श्रील प्रभुपाद की जय വളരെ പ്രശസ്തമായൊരു ശ്ലോകമാണ്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്തസ്മൃതി ജ്ഞാനം അബോഹനം ച വേദേശ സർവേ രഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേഹ ചാഹം. ഭഗവാൻ എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ ഞാൻ വാഴുന്നു എന്നാണ് ആദ്യം പറയുന്നത്. സ്മരണയും ജ്ഞാനവും മറവി എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. എല്ലാ വേദങ്ങളിലൂടെയും അറിയേണ്ടത് എന്നെ തന്നെ, വേദാന്തം ഉണ്ടാക്കിയതും വേദങ്ങളെ അറിയുന്നതും ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നു. ഈ ഒറ്റ ശ്ലോകത്തിൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തത് ഭഗവാൻ പറയുന്നത് എല്ലാ ജീവികളുടെയും ഹൃദയത്തിൽ അദ്ദേഹം ഉണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവരോടും നമുക്ക് റെസ്പെക്ട് കൊടുക്കാനായിട്ട് സാധിക്കും. കാരണം എല്ലാവരുടെ ഹൃദയത്തിലും ഈശ്വരൻ വാഴുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ല. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ രണ്ട്, സ്മരണയും ജ്ഞാനവും മറവിയും എന്നിൽ നിന്നാണ് ഉളവാകുന്നത്. ജ്ഞാനം, ഈശ്വരനെ കുറിച്ചുള്ള ജ്ഞാനം, അത് ഓർക്കുന്നതും പ്രാധാന്യമാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് നാളെ മറന്നു പോവുകയാണെങ്കിൽ അതിന് വലിയ പ്രയോജനം ഉണ്ടാവില്ല. നാളെ വീണ്ടും നമുക്ക് അതേപോലെ പഠിപ്പിക്കേണ്ടി വരും. പക്ഷെ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് പഠിച്ച കാര്യം നാളെയും ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണ് സ്മരണ. പിന്നെ മറവി, അതിന്റെ ഓപ്പോസിറ്റ് മറവി. ഇതും ഭഗവാനിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നത്, നമുക്ക് സ്മരണ കിട്ടണം. നമുക്കെല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ കൃഷ്ണബോധം പരിശീലിക്കുമ്പോൾ, നമ്മൾ ഇതുപോലത്തെ ക്ലാസ്സുകളിലൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ കേൾക്കും. പക്ഷെ ഇതൊന്നും നമ്മുടെ ജീവിതത്തില്, നമ്മൾ ദൈനംദിന ജീവിതത്തില് ദിവസവും നമ്മൾ ഓഫീസിലും മറ്റുമൊക്കെ പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം വിസ്മരിക്കും, മറവി ഉണ്ടാകും. കേൾക്കുന്നുണ്ടോ? മറവി വരുന്നുണ്ട്. അപ്പൊ ഈ മറവിയും ഭഗവാനിൽ നിന്നാണ് വരുന്നത്, സ്മരണയും ഭഗവാനിൽ നിന്നാണ് വരുന്നത് എന്നുള്ള ഒരു കാര്യമാണ്. ഇപ്പം ഭഗവാൻ ചിലർക്ക് സ്മരണ കൊടുക്കും, ചിലർക്ക് മറവി കൊടുക്കും എന്നതാണോ നമുക്കൊരു സംശയം തോന്നും. ഒരു വ്യക്തി എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ ഇങ്ങനെ ക്ലാസ്സുകളിലും ക്ഷേത്രങ്ങളിലും ഒക്കെ പോകുമ്പോൾ മാത്രമേ എനിക്ക് സ്മരിക്കാൻ പറ്റുന്നുള്ളൂ, മറ്റൊരു സമയത്ത് എനിക്ക് പറ്റുന്നില്ല എന്ന് പലപ്പോഴും നമുക്ക് എല്ലാവർക്കും തോന്നാറുണ്ട്. ഉന്നതമായിട്ടുള്ള ആത്മീയ വ്യക്തിത്വങ്ങളെയൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നാറുണ്ട്. അവരുടെ ഓരോ നിമിഷവും അവര് ഭഗവാനെ കുറിച്ച് സ്മരിക്കുകയും ഭഗവാന്റെ കാര്യങ്ങൾ ഇടപഴകുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളാകട്ടെ അത് പലപ്പോഴും മറന്നു പോകുന്നു എന്നുള്ളത്. അപ്പം സ്മരണ എന്ന് പറഞ്ഞാൽ, സ്മരണ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാര്യം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് നമ്മുടെ മനനം ചെയ്യുമ്പോഴാണ് ആ സ്മരണ എന്നുള്ള അനുഗ്രഹം ഭഗവാൻ നൽകുന്നത്. അതായത് ഇപ്പൊ ഒരു കുട്ടി, ടീച്ചറുണ്ട്, ഒരു കുട്ടിയുണ്ട്. അപ്പം കുട്ടിക്ക് ടീച്ചർ ഒരു കാര്യം പഠിച്ചിട്ട് വരാനായിട്ട്, വീട്ടിൽ പോയി പഠിച്ചിട്ട് വരാനായിട്ട് കൊടുത്തു. അപ്പൊ ആ കുട്ടി അത് എടുത്തിട്ട് അത് പഠിക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് വീണ്ടും കാര്യങ്ങൾ ടീച്ചറിന് പറഞ്ഞു കൊടുക്കാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ അത് കിട്ടിയിട്ട് കുട്ടി വീട്ടിൽ പോയി പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ ടീച്ചർ ആ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കത്തില്ല. അത് പഠിച്ചിട്ട് വരട്ടെ, എന്നിട്ട് ഞാൻ മറ്റേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്ന് പറയും. അപ്പൊ അതേപോലെയാണ് ഭഗവാൻ നമുക്ക് സ്മരണയും തരുന്നത്. നമ്മൾ എല്ലാവരും ഈ പ്രസ്ഥാനത്തിൽ വരുന്നുണ്ട്. നമ്മളെല്ലാവരും പല പല ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിനകത്ത് എൻഗേജ്ഡ് ആവുന്നുണ്ട്.
പക്ഷേ അത് വ്യത്യസ്ത രീതിയിലാണ് ആൾക്കാർക്ക് അനുഭവവേദ്യമായിട്ട് വരുന്നത്, അവർക്ക് പ്രയോജനം ഉണ്ടാകുന്നത്. അതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഒരേ ക്ലാസ് കേൾക്കുന്ന വ്യക്തികൾക്ക് അത് വ്യത്യസ്ത രീതിയിൽ അതിന് പ്രയോജനം ഉണ്ടാകുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മളത് തിരുത്തുകയും ചെയ്യും. എവിടെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ക്ലാസ് അറേഞ്ച് ചെയ്യുകയും ഇവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ സമയത്ത് നമ്മളിത് കേൾക്കും. പലരും ഇതിനകത്ത് കേൾക്കുന്നുണ്ട്, പല വ്യക്തിത്വങ്ങളും കേൾക്കുന്നുണ്ട്. അപ്പോൾ അവരെല്ലാം ഈ ക്ലാസ് കേൾക്കുകയും പിന്നെ അടുത്ത ക്ലാസ് വരുമ്പോഴാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സിനെ നമ്മൾ കൊണ്ടുവരുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഭഗവാന്റെ ആ അനുഗ്രഹം, നമുക്ക് സ്മരണ എന്നുള്ള അനുഗ്രഹം വരണമെങ്കിൽ നമ്മൾ അത് കഴിഞ്ഞ് ഇതിനെ മനനം ചെയ്യാനായിട്ട് ശ്രമിക്കണം. എഫേർട്ട് എടുക്കുന്ന വ്യക്തികൾക്കാണ് ഭഗവാൻ അനുഗ്രഹം കൊടുക്കുന്നത്. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിക്കാതെ നമുക്ക് ഭക്തിയിൽ പുരോഗമിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം നമ്മൾ നമ്മുടെ നാമജപം മോശമായിരിക്കും. പക്ഷെ നാമം ജപിക്കാൻ നിരന്തരം ശ്രമിക്കുന്ന ഒരു വ്യക്തിക്ക് ശുദ്ധനാമത്തിലേക്ക് വരാനായിട്ട് സാധിക്കുള്ളൂ. ഓട്ടോമാറ്റിക്കലി നമുക്ക് ശുദ്ധനാമത്തിലേക്ക് വരാൻ പറ്റില്ല. ഭഗവാനെ കുറിച്ചുള്ള സ്മരണയാകട്ടെ അത് തന്നെയാണ്. നമുക്ക് ഓരോ ഈ ഭക്തന്മാരുടെയൊക്കെ അനുഗ്രഹം കൊണ്ടും ശീല പ്രഭുപാദിന്റെയൊക്കെ അനുഗ്രഹം കൊണ്ടും നമുക്ക് ഓരോ ഇൻസ്റ്റൻസിൽ നമുക്ക് ഇതേപോലത്തെ അനുഗ്രഹങ്ങൾ വന്നു ചേരുന്നുണ്ട്. പക്ഷെ അത് നമ്മൾ അതിനെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്നൊരു ശ്രമം ഉണ്ടാക്കിയാൽ മാത്രമേ ആ ഓർമ്മ എന്നുള്ള ഒരു കാര്യം നമുക്ക് നിൽക്കത്തുള്ളൂ. ഇത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ ശ്ലോകത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം വ്യത്യസ്ത രീതിയിലാണ് ആൾക്കാർക്ക് ഈ ഓരോ ക്ലാസ്സുകളാകട്ടെ അവരുടെ സേവനങ്ങളാകട്ടെ അവരുടെ ലൈഫിൽ അവർക്ക് ചേഞ്ച് ഉണ്ടാക്കുന്നത്. അത് ഈ ഒരു കണ്ടംപ്ലേഷൻ എന്നാണ് പറയുന്നത്. കണ്ടംപ്ലേഷൻ പാർട്ട് പലപ്പോഴും നമ്മൾ ചെയ്യാറില്ലാത്തത് കൊണ്ടാണ് സംഭവിക്കുന്നത്. ഇപ്പൊ നമ്മൾ കൂടുതലും കണ്ടംപ്ലേറ്റ് ചെയ്യുന്നത് മെറ്റീരിയൽ കാര്യങ്ങളാണ്. സ്പിരിച്വലി നമ്മൾ ഉണ്ടാവും. സ്പിരിച്വൽ കാര്യങ്ങൾ ഇതുപോലത്തെ വെനസ്ഡേ ഉള്ള ക്ലാസ്സിൽ നമ്മൾ സ്പിരിച്വലി കുറച്ച് കാര്യങ്ങൾ കേൾക്കും. പക്ഷെ അടുത്ത ആഴ്ച വരെ നമ്മുടെ ന്യൂസുകള്, വാർ ന്യൂസുകള്, പുതിയ ഇവിടെ നടക്കുന്ന സംഭവങ്ങള്, കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങള്, അങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മൾ കണ്ടംപ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ചെയ്യുന്ന കാരണം അതിനകത്താണ് രുചിയുള്ളത്. കൃഷ്ണന്റെ കാര്യങ്ങൾ കണ്ടംപ്ലേറ്റ് ചെയ്യുന്നതിൽ എന്താണ് രുചി എന്ന് നമുക്ക് തോന്നും. നമുക്ക് ബാഹ്യമായിട്ട് ഇതേപോലെ ഒരു ക്ലാസ് ഉണ്ട്, ഇവിടെ കീർത്തനം നടക്കുന്നുണ്ട്, ഇവിടെ പ്രസാദം നടക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മനസ്സിനെ ഇവിടെ നിർത്തുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ഒരു ക്ലാസ് അല്ലെങ്കിൽ നമുക്ക് മുമ്പ് വീഡിയോ ഉണ്ട്, ക്യാമറയുണ്ട്, നമുക്ക് ചുറ്റും ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ആ സമയത്ത് നമുക്ക് ഇത് നമ്മുടെ മനസ്സിനെ അതിൽ നിർത്തുന്നതിന് ബുദ്ധിമുട്ടില്ല. അത് ആർക്കായാലും പറ്റും. കുട്ടികൾ വരെ ക്ലാസ് കേൾക്കുന്നുണ്ട്, അവരുടെ മനസ്സിനെ അതിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അത് മനനം ചെയ്യുന്നുണ്ടോ, അത് റിമൈൻഡ് ചെയ്യുന്നത് നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നതിലാണ് ഒരു വ്യക്തി ഒരു കുട്ടിയും മുതിർന്നയാളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ ഒരു ഭക്തന്റെ വളർച്ചയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഇങ്ങനെ ചിന്തിക്കണമെന്നല്ല, ഭഗവാനെ കുറിച്ച് നിരന്തരം ചിന്തിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഏറ്റവും എളുപ്പം കലിയുഗത്തിന് ഭഗവാന്റെ നമുക്ക് എത്രയും ഈ സോഷ്യൽ മീഡിയയും എല്ലാം ഉള്ളത് കൊണ്ട് നമ്മുടെ മൈൻഡിനെയും ഭഗവാനെ നിർത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് കലിയുഗത്തില് നമുക്ക് നാമം തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടംപ്ലേറ്റ് ചെയ്യാൻ നമുക്കിങ്ങനെ ഈ ആചാര്യന്മാരും തത്വചിന്തകരും പറയുന്നത് പോലെ കൃഷ്ണനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ അങ്ങനെയൊന്നും എനിക്ക് പറ്റണം എന്നില്ല. നമുക്ക് അങ്ങനത്തെ ഉള്ള യോഗ്യതകളൊന്നുമില്ല, അത്രയും കഴിവുകളില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും നാമം ജപിക്കാനായിട്ട് സാധിക്കും. നാമം ജപിക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഭഗവാനെ കുറിച്ച് കണ്ടംപ്ലേറ്റ് ചെയ്യണം. കാരണം ഭഗവാന്റെ നാമത്തില് ഭഗവാന്റെ രൂപം, ഗുണം, ലീല എല്ലാം അടങ്ങിയിരിക്കുന്നതായിട്ട് പറയുന്നുണ്ട്.
ഭഗവാൻ തന്നെ അതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഈ നാമത്തെ കണ്ടംപ്ലേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. അതാണ് ഒരു ആർട്ട് എന്ന് പറയുന്നത്, ഒരു കഴിവ് എന്ന് പറയുന്നത്. നമ്മുടെ സ്പിരിച്വൽ അഡ്വാൻസ്മെന്റിന്റെ ഒരു ലക്ഷണം അതാണ്. നമുക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള ക്ലാസ്സുകളും എക്സ്റ്റേണൽ ആയിട്ടുള്ള ഡിവോട്ടി അസോസിയേഷനൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അത് എന്തിനു വേണ്ടിയാണ്? അത് നമുക്ക് ഉള്ളില് ഭഗവാനെ കുറിച്ച് കണ്ടംപ്ലേറ്റ് ചെയ്യാനും ഭഗവാനെ കുറിച്ച് ഓർക്കാനും ഭഗവാനെ കുറിച്ചുള്ള നമ്മുടെ സേവനം എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ചിന്തിക്കുന്നതിനും ഒക്കെ ഉള്ളൊരു മാർഗമായിട്ട് നമ്മളത് ഉപയോഗിക്കണം. കാരണം ശീല പ്രഭുപാദ് തന്റെ അവസാന കാലഘട്ടങ്ങളിൽ പ്രഭുപാദ് വേറെ എക്സ്റ്റേണൽ ആയിട്ട് എവിടെയും പോകാൻ അദ്ദേഹത്തിന് ഒരു റൂമിൽ തന്നെ ആയിരുന്നു ഇരിക്കാനായിട്ട് പറ്റിയത്. വേറെ എവിടെയും പോയി ഒരു റൂം എന്ന് പറഞ്ഞാൽ ഒരു കട്ടിലിൽ തന്നെ അത്രയും ക്ലോസ്ഡ് സ്പേസിലാണ് അദ്ദേഹത്തിന് നിൽക്കാനായിട്ട് പറ്റിയത്. പക്ഷെ പ്രഭുപാദ് അപ്പോഴും ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിരുന്നു. കാരണം എന്താന്ന് വെച്ചാല് പ്രഭുപാദിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷന്റെ ആവശ്യമില്ല. അദ്ദേഹത്തിന് ഭഗവാന്റെ നാമത്തിനെ കുറിച്ചും ഭഗവാന്റെ നാമമാണ് അദ്ദേഹം നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നത്. നാമത്തെ കുറിച്ചും ഭഗവാന്റെ ലീലകളെ കുറിച്ചും എങ്ങനെ ഈ പ്രസ്ഥാനം വളർത്താം എന്നതിനെ കുറിച്ചും ഒക്കെ പ്രഭുപാദ് ചിന്തിക്കുകയാണ്. പ്രഭുപാദ് ഓഗസ്റ്റില് അദ്ദേഹം വിദേശത്തേക്ക് പോയി, അത്രയും വയ്യാതിരുന്നിട്ട്. അത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർക്ക് ഇൻസ്പിറേഷൻ കൊടുക്കാൻ വേണ്ടിയാണ്. എന്നാൽ പ്രഭുപാദിന് ഒരു ഇൻസ്പിറേഷൻ കിട്ടാൻ വേണ്ടിയല്ല പ്രഭുപാദ് അദ്ദേഹത്തിന്റെ വയ്യാത്ത സമയത്ത് വിദേശ പര്യടനത്തിന് പോയത്. പ്രഭുപാദിന് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, എങ്ങനെയാണ് പ്രഭുപാദിന്റെ ക്വാളിഫിക്കേഷൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാല് പ്രഭുപാദിന് ഒരു എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻസ്പിറേഷനോ എക്സ്റ്റേണൽ ആയിട്ടുള്ള ചേഞ്ചസോ സർവീസിൽ നിന്നുണ്ടാവുന്ന ചേഞ്ചസോ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങളോ ഒന്നും അദ്ദേഹത്തിന്റെ കൃഷ്ണാബോധത്തിന് ഒരു ചേഞ്ച് ഉണ്ടാകും. കാരണം അദ്ദേഹത്തിന് കൃഷ്ണാബോധം ഹൃദയത്തിൽ അദ്ദേഹത്തിന് കണ്ടംപ്ലേറ്റ് ചെയ്യാനുള്ള കഴിവ് ഉണ്ട്, അദ്ദേഹത്തിന് ആ ഒരു സാക്ഷാത്കാരം ഉണ്ട് എന്നുള്ളതാണ്. ഇതേ സിറ്റുവേഷൻ നമുക്കും വന്നാൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളത് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ നമ്മുടെ ഡെഡ് ബെഡിലായിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ബെഡിൽ മാത്രമായിരിക്കും ഇരിക്കാൻ പറ്റുക. ഇപ്പൊ നമുക്ക് കൃഷ്ണാബോധത്തിന്റെ പല പല പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഇൻസ്പിറേഷനും ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ നമ്മൾ അല്ലാതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യുമ്പോൾ നമ്മൾ റെസ്റ്റ്ലെസ് ആവും. ഉറപ്പായിട്ട് നമ്മൾ റെസ്റ്റ്ലെസ് ആവും. നമ്മളിപ്പം ഈ ക്ലാസ് ഒരു കുറച്ചു നേരം കൂടെ നീണ്ടുപോയാൽ പോലും നമ്മൾ റെസ്റ്റ്ലെസ് ആവും. കുറച്ച് 8 മണി കഴിഞ്ഞ് ഒരു 1-2 മിനിറ്റ് കൂടിയാൽ പോലും നമുക്ക് ഒരു ഉള്ളിലൊരു ഇതുണ്ടാവും, ടെൻഷൻ ഉണ്ടാവും, ഇതെന്താ ഇങ്ങനെ പോകുന്നതിനുള്ള. അതേപോലെ നമ്മൾ എന്തെങ്കിലും നമ്മളൊരു ഷെഡ്യൂള് വെച്ചിട്ടുണ്ട്, ഈ ഷെഡ്യൂളിനനുസരിച്ച് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും റെസ്റ്റ്ലെസ് ആവും. അതേപോലെ നമ്മൾ ഈ ഡിവോട്ടീസിന്റെ ഒന്നും അസോസിയേഷൻ ഇല്ലാതെ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കുമ്പോഴും നമ്മൾ റെസ്റ്റ്ലെസ് ആവും. അപ്പോഴാണ് നമ്മൾ ഈ ഭൗതികമായ കാര്യങ്ങളിലേക്ക് പോകുന്നത്. അവിടെ ഒരു എൻജോയ്മെന്റ് കിട്ടണം എന്നുള്ളത്. പക്ഷെ ഒരു ആചാര്യന്, ഒരു പരിശുദ്ധ ഭക്തന്റെ നില, ചില പ്രഭുപാദിന്റെ നിലയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അദ്ദേഹത്തിന് എക്സ്റ്റേണൽ സ്റ്റിമുലസിൽ അദ്ദേഹം ഇൻസ്പയർഡ് ആവുന്നുണ്ട്. ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഈ കൃഷ്ണാബോധത്തില് ആർജിച്ചെടുക്കേണ്ട ഒരു. ശീല പ്രഭുപാദ് ഒരു വട്ടം വിഷ്ണുജന മഹാരാജ് പ്രഭുപാദിനെ കാണാനായിട്ട് പ്രഭുപാദിന്റെ റൂമിലേക്ക് കയറി ചെന്നപ്പോൾ വീട്ടിൽ പ്രഭുപാദ് പറഞ്ഞു, there is Mridanga. Whenever free time, I will chant some bhajans so that there should not be any gap for Maya. ശീല പ്രഭുപാദ് വിഷ്ണുജന മഹാരാജിന് മൃദംഗ ഇവിടെ ഇരിപ്പുണ്ട്, എപ്പോ എനിക്ക് ഫ്രീ ടൈം കിട്ടിയാൽ ഞാൻ മൃദംഗ എടുത്ത് എന്തെങ്കിലും ഭജൻസ് ചെയ്യും. അപ്പം മായക്ക് വരാനായിട്ടുള്ള, പ്രഭുപാദിന് മായ വരത്തില്ല, പക്ഷെ പ്രഭുപാദ് വിഷ്ണുജന മഹാരാജിന് കൊടുത്ത നിർദ്ദേശമാണത്. നമുക്ക് ഏത് അവസ്ഥയിലായാലും അത് നമുക്ക് പാടാണ്, നമുക്കിത് പറയാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ഇമീഡിയറ്റ്ലി മറ്റു പല കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത്. ഭഗവാന്റെ നാമം, നമ്മളൊരു ട്രെയിനിലേക്ക് ഒരു സ്ഥലത്ത് ഒരു 2-3 മണിക്കൂർ ഇരിക്കുമ്പോൾ നമുക്ക് ഫ്രീ ആണ്, നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കാം, ഭഗവാനെ കുറിച്ച് ചിന്തിക്കാം. പക്ഷെ നമ്മൾ ചെയ്യത്തില്ല. കാരണം നമ്മൾക്ക് ആ ഒരു ക്വാളിഫിക്കേഷനോ റിയലൈസേഷനോ ഒന്നും എത്തിയിട്ടില്ല. നമ്മൾ ഇമീഡിയറ്റ്ലി ന്യൂസോ പൊളിറ്റിക്കൽ ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ
ശ്രദ്ധ അതിനകത്തേക്കായിരിക്കും നമ്മൾ കൂടുതലായിട്ട് പോകും. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഭഗവാൻ സ്മരണ കൊടുക്കും എന്നതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. ആ ഒരു പാട്ട് നമ്മൾ ചെയ്യണം. നമ്മൾ എഫേർട്ട് എടുക്കാതെ നമുക്ക് ഭക്തിയിൽ അഡ്വാൻസ് ചെയ്യാൻ പറ്റത്തില്ല, ഒരിക്കലും പറ്റത്തില്ല. എഫേർട്ട് നമ്മൾ ഏത് സ്പിരിച്വൽ മാസ്റ്റേഴ്സിനെ എടുത്തു നോക്കിയാലും അവരവരുടെ ലൈഫിന്റെ അവസാനത്തെ എനർജിയും അവര് എഫേർട്ട് എടുത്താണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കലും അവർക്ക് വയ്യെങ്കിൽ പോലും അവരുടെ മാക്സിമം അവർ അത് നമ്മളെ കാണിച്ചു തരികയാണ് അവർ ചെയ്യുന്നത്. അത് നമ്മുടെ ഭാഗത്തൊന്നും ഉണ്ടാവും. ഡിവോട്ടീസ് ഉള്ളപ്പോൾ ഓക്കെ, ഡിവോട്ടീസ് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ് ചെയ്യും. ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും അസുഖം വന്ന് നമ്മൾ കിടപ്പായി പോയാൽ ആ സമയത്ത് നമുക്ക് ഇതൊക്കെ റിക്ലക്ട് ചെയ്യാനും ഭഗവാന്റെ നാമത്തിൽ ശ്രദ്ധിക്കാനും ഒക്കെ ഉള്ള ഒരു ഇപ്പൊ ആരോഗ്യമുള്ള സമയത്ത് നമ്മളത് നേടി വച്ചിരിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഇതിൽ നിന്ന് നമുക്ക് അതാണ് കിട്ടും. നമ്മളത് ശ്രമിച്ചാൽ ഭഗവാൻ നമുക്ക് സ്മരണ നൽകും എന്നും ഭഗവാൻ ഉറപ്പു തരുന്നുണ്ട്. പിന്നെ അത് ഉറപ്പിച്ചു തരാനാണ് ഭഗവാൻ അടുത്ത സെന്റൻസ് പറയുന്നത്, വേദേശ സർവേ റഹമേവ വേദ്യോ വേദാന്തത്തിൽ വേദവിദേഹ ചാഹം. വേദങ്ങൾ എഴുതിയത് ഞാനാണ്, വേദങ്ങളിലൂടെ അറിയേണ്ടത് ഞാനാണ്, വേദങ്ങളുടെ എസൻസ് ആയിട്ടുള്ള വേദാന്ത സൂത്രവും അത് ഞാനാണ് എന്ന് ഭഗവാൻ പറയുന്നത്. വേദാന്ത സൂത്രം എന്ന് പറഞ്ഞാല് ചെറിയ ചെറിയ വരികൾ കൊണ്ട് വലിയ സത്യത്തെ കാണിക്കുന്നതാണ്. വേദങ്ങളുടെ എല്ലാ ഒത്തിരി ശ്ലോകങ്ങളുണ്ട്. അതിന്റെ എല്ലാ എസൻസ് ചെറിയ ചെറിയ സെന്റൻസിൽ പറഞ്ഞു വരുന്നതാണ് വേദാന്ത സൂത്രം. വ്യാസദേവനാണ് എഴുതിയത്. ആ വേദാന്ത സൂത്രത്തില് പരമദിവ്യത്വമുഷനായ ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. നമുക്ക് പലർക്കും വേദാന്ത സൂത്രം ശങ്കരാചാര്യനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ചിന്തിക്കുന്നത് വേദാന്ത സൂത്രം. പക്ഷെ നമുക്ക് ഈ ഭഗവത്ഗീത ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാമോ? ശ്രീല പ്രഭുപാദ് ബലദേവ വിദ്യാഭൂഷൺ. എന്തിനാണ് അദ്ദേഹത്തിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്? വേദാന്ത സൂത്രത്തിന് ഗോവിന്ദ ഭാഷ്യം എഴുതിയ ബലദേവ വിദ്യാഭൂഷണാണ് പ്രഭുപാദ് ഈ ഭഗവത്ഗീത ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ വേദാന്ത സൂത്രത്തിന് ശങ്കരാചാര്യർ എഴുതിയ ഭാഷ്യം മാത്രമല്ല ഉള്ളത്, വൈഷ്ണവ ആചാര്യന്മാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വൈഷ്ണവ ആചാര്യനായ ബലദേവ വിദ്യാഭൂഷൺ എഴുതിയ ഗോവിന്ദ ഭാഷ്യം ഭഗവാൻ തന്നെ ഡയറക്റ്റ് പറഞ്ഞു കൊടുത്തതാണ്. ഗോവിന്ദ ഭാഷ്യം അത് ഒരു ചലഞ്ച് വന്നു. ഈ ഗൗഡീയ വൈഷ്ണവ പരമ്പരയിൽ വേദാന്ത സൂത്രത്തിന് ആരും ഭാഷ്യം എഴുതിയിട്ടില്ല എന്നുള്ള ഒരു ചലഞ്ച് വന്നു. അപ്പം കാരണം ഈ വേദാന്ത സൂത്രത്തിന് ഭാഷ്യം ഉണ്ടെങ്കിലേ ആ പരമ്പര അംഗീകരിക്കത്തുള്ളൂ. പരമ്പരയെ മറ്റ് പണ്ഡിതന്മാര് യഥാർത്ഥ പരമ്പരയായിട്ട് അംഗീകരിക്കുന്നത്. അങ്ങനെ ബലദേവ വിദ്യാഭൂഷൺ ആണ് രാജാവ് ആ ചുമതല കൊടുത്തതിന്. അത് 11 ദിവസം കൊണ്ട് അദ്ദേഹം എഴുതാന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് എങ്ങനെ എഴുതാമെന്ന് അറിയത്തില്ല. 11 പക്ഷെ ഭഗവാൻ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വരികയും ഞാൻ പറയും നീ എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഗൗഡീയ വൈഷ്ണവ പരമ്പരയുടെ വേദാന്ത സൂത്രത്തിന് ഗോവിന്ദ ഭാഷ്യം എഴുതിയ ബലദേവ വിദ്യാഭൂഷൺ. അത് അത്രയും പ്രാധാന്യമാണ്. നമുക്ക് തോന്നാം പ്രഭുപാദ് ഇത്രയും ഭഗവത്ഗീത എഴുതിയിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് തന്റെ ആത്മീയ ഗുരുവായിട്ടുള്ള ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജന് ഡെഡിക്കേറ്റ് ചെയ്യും. പക്ഷെ പ്രഭുപാദ് നമ്മളൊന്നും കേൾക്കാത്ത ബലദേവ വിദ്യാഭൂഷണാണ് എഴുതിയത്. അപ്പൊ അത്ര പ്രാധാന്യമാണ്. അതാണ് പറയുന്നത് വേദാന്ത സൂത്രം. വേദാന്ത സൂത്രത്തിന്റെ എസൻസും ഭഗവാനാണ്, കൃഷ്ണനാണ് എന്ന് പറയും. വേദങ്ങളും വേദാന്തവും വേദങ്ങളുകൊണ്ട് അറിയേണ്ടത് ഭഗവാനാണ് എന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് നമ്മൾ വേറെ ഒന്നിനെ കണ്ടംപ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ടുള്ളത്. വേറെ ഒരു തത്വചിന്തയിലേക്കും പോകേണ്ട ആവശ്യമില്ല. വേദങ്ങളുടെ എല്ലാ എസൻസ് കൃഷ്ണനാണ്. വേദങ്ങളുടെ സൂത്രം അതിന്റെ എസൻസ് പറയുന്നത് വേദാന്ത സൂത്രത്തിലൂടെ ഭഗവാനെയാണ് അറിയേണ്ടത്, വേദങ്ങളിലൂടെ ഭഗവാനെയാണ് അറിയേണ്ടത്. ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് വേറെ എന്തിനും കണ്ടംപ്ലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കൃഷ്ണനിൽ തന്നെ കണ്ടംപ്ലേറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ്. മെറ്റീരിയലി മെറ്റീരിയലി കണ്ടംപ്ലേറ്റ് ചെയ്താൽ നമ്മൾ ഡിസാറ്റിസ്ഫൈഡ് ആവത്തുള്ളൂ. നമ്മളിപ്പോ നമ്മൾ വെറുതെ ഒരു സമയത്ത് സിനിമ കാണണമെന്ന് വിചാരിച്ചാൽ സിനിമ കാണുന്ന സമയത്ത് ചെറിയൊരു സന്തോഷം ഉണ്ടാവും. സിനിമ കണ്ടു കഴിയുമ്പോൾ ഞാൻ ഇത്രയും സമയം വേസ്റ്റ് ആക്കി പോയല്ലോ,
വെറുതെ ആവശ്യമില്ലാത്തൊരു സിനിമയായിരുന്നു കണ്ടത് എന്നൊക്കെ നമുക്ക് വിഷമമായിരിക്കും തോന്നും. അങ്ങനെ അങ്ങനെ എല്ലാ മെറ്റീരിയൽ എന്ത് ചെയ്താലും അത് അവസാനം ഡിസാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. സ്പിരിച്വലി നമ്മൾ പല ഈ തത്വചിന്തകളിലേക്കൊക്കെ പോകേണ്ട ആവശ്യമില്ല. വേദങ്ങളുടെ എസൻസ് ഭഗവാൻ ഞാൻ തന്നെയാണ്, നീ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കിത് വേദാന്ത സൂത്രമോ ഭഗവാനെ കുറിച്ചുള്ള തത്വങ്ങളോ ഒന്നും ചിന്തിക്കാനുള്ള ബുദ്ധിയൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഭഗവാന്റെ നാമങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ട്. അപ്പം ഫ്രീ ടൈം കിട്ടുമ്പോഴും ഒരു ചെയ്യണമെന്നുള്ളതുകൊണ്ടല്ല, ആ നാമത്തിൽ ഞാൻ ശ്രദ്ധിക്കണം. നാമത്തിൽ ജസ്റ്റ് നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് നാമം ജപിക്കാറ്, മനസ്സ് അതിനകത്തോട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാറ്. അങ്ങനെ 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 കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ അവസാനത്തെ ഡെഡ് ബെഡിൽ നമുക്ക് വേറെ ഒരു സർവീസും ചെയ്യാനായിട്ട് പറ്റത്തില്ല. നമുക്ക് ബുക്ക് വായിക്കാൻ പറ്റണമെന്നില്ല, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണമെന്ന് പറ്റണമെന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു കണ്ടീഷൻ നമുക്ക് എല്ലാവർക്കും വരാൻ പോവാണ്. ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് എല്ലാവർക്കും ആ കണ്ടീഷൻ ഉറപ്പായിട്ട് വരും. ഡെഡ് ബെഡിൽ കിടക്കുന്ന ഒരവസ്ഥ. ആ അവസ്ഥയിൽ നമുക്ക് നാമത്തിൽ ശ്രദ്ധിക്കാനായിട്ട് പറ്റും. അത് അതിനാണ് പ്രഭുപാദ് എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നത്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചത്. അപ്പൊ അത് നമുക്ക് വളരെ പ്രാധാന്യമാണ്. അപ്പം ഈ ഒരു പാട്ട് നമ്മൾ പലപ്പോഴും വിസ്മരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനം. നമ്മൾ ചിലപ്പോൾ നല്ല ഫെസ്റ്റിവൽസ് ഉണ്ടാകും, ഇതുപോലത്തെ പ്രോഗ്രാംസ് ഉണ്ടാകും, ഡിവോട്ടീസ് പുതിയ പുതിയ ഡിവോട്ടീസ് വന്ന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടാവും, സ്പിരിച്വൽ മാസ്റ്റേഴ്സ് വന്ന് ക്ലാസ്സുകളൊക്കെ തരുന്നുണ്ടാവും, സ്പിരിച്വൽ മാസ്റ്ററിന്റെ ദർശനം ഉണ്ടാവും. അതൊക്കെ നമുക്കൊരു ഇൻസ്പിറേഷനാണ്. ഈ ഇൻസ്പിറേഷൻ കൊണ്ട് ബാക്കിയുള്ള ഫ്രീ ടൈമിൽ നമ്മൾ നാമത്തെ ശ്രദ്ധിക്കാനായിട്ട്, നാമത്തെ ശ്രദ്ധിച്ചതുകൊണ്ട് നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം നമ്മൾ ഓട്ടോമാറ്റിക് ചെയ്തോ, അത് ചെയ്യണ്ടെന്നല്ല പറഞ്ഞു. പക്ഷെ ആ സമയത്തും നാമത്തിനെ കണ്ടംപ്ലേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. ഇത് ഞാൻ ഇവിടെ നിന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യമല്ല, പക്ഷെ അതാണ് നമുക്കുള്ള വഴി എന്നാണ് ഈ ഭഗവത്ഗീതയിലും ഈ ക്ലാസ്സുകളിലൊക്കെ നമുക്ക് പറഞ്ഞത്. നമ്മുടെ ഫ്രീ ടൈം കിട്ടുമ്പോഴും ആ ഒരു തലത്തിലേക്ക് വരിക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഹരേ കൃഷ്ണ. ആരോഗ്യത്തോടെ ചെയ്താലും എന്തിനാണ് വാർത്തയ്ക്ക് വരുന്നത്? ഇത് ഭൗതിക ശരീരമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഭൗതിക ശരീരം എന്ന് പറഞ്ഞാൽ നശ്വരമാണ്, ഓട്ടോമാറ്റിക്കലി അത് നശ്വരമായ കാര്യമാണ്. അപ്പൊ അത് ഇവിടെ ജീവിച്ചിരിക്കുന്ന എല്ലാവരും മരണമുണ്ട്. അതുകൊണ്ട് അത് നാച്ചുറൽ ആയിട്ട് വരും. അപ്പം ഭഗവാന്റെ പരിശുദ്ധ ഭക്തന്മാരായിട്ടുള്ള പാണ്ഡവർക്കും മരണം സംഭവിച്ചു. അവരൊക്കെ എത്രയോ ഉന്നതമായ സേവനമാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവര് മരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് മാത്രമാണ് വാർദ്ധക്യവും മരണവും സംഭവിക്കുന്നത്. ആത്മാവിന് വാർദ്ധക്യവും മരണവും ഒരിക്കലും സംഭവിക്കുന്നത് വേറൊരു ശരീരത്തേക്ക് മാറി പോകുന്നു മാത്രമേ ഉള്ളൂ. ചില ആൾക്കാർ ആരോഗ്യത്തോടെ മരിച്ചവരുമുണ്ട്. ആരോഗ്യത്തോടെ മരിക്കുക അനാരോഗ്യത്തോടെ മരിക്കുന്നതിലോ കാര്യമില്ല. എന്തായാലും ശരീരം നഷ്ടപ്പെടും. നമ്മൾ പരിശുദ്ധമായിട്ട് ഭക്തി പരിശീലിക്കുന്നുണ്ടോ എന്നതിനാണ് കാര്യം. ആരോഗ്യമുണ്ടോ ആരോഗ്യമില്ല, ഇപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് അതിനകത്ത് ഒരു റോളുമില്ലല്ലോ. മരിക്കുന്നതിനുണ്ട് ആരോഗ്യമുണ്ട്, മരിച്ചു കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? അദ്ദേഹം അവസാനം ഭഗവാനെ കുറിച്ച് പഠിച്ചു. അപ്പൊ അത് നമ്മൾ അദ്ദേഹം അതിനെ ട്രൈ ചെയ്തിട്ടുണ്ടെന്നായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ശരിയാണ്. അസോസിയേഷൻ
ഓസ്പീഷ്യസ് ആയിട്ട് വേണം. മറ്റാർക്കെങ്കിലും ക്വസ്റ്റ്യൻസ്? യൂഷ്വലി നമ്മൾ വിശ്രാമത്തിൽ വരുന്ന സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും എക്സ്ട്രാ ഹോൾസ് ജപിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണം എന്നുള്ള ആഗ്രഹം പലപ്പോഴും ഉണ്ടായിരുന്നു. നമ്മൾ കാലക്രമേണ നമ്മൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഡിവോട്ട് ചെയ്യണമെന്ന് ചിന്തിച്ച് വരുമ്പോൾ അപ്പോൾ നമ്മൾ പലപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ പറയും, പക്ഷെ പ്രവർത്തനത്തിൽ പലപ്പോഴും ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു എത്രത്തോളം ഉത്സാഹം അന്നുണ്ടായിരുന്നു, ആ ഉത്സാഹം കണ്ടിന്യൂ. അന്ന് നമുക്ക് നാമം നമ്മൾ ജപിക്കാതെയാണ് വന്നത്. പ്രസ്ഥാനത്തിലേക്ക് വന്നപ്പോൾ നമ്മൾ നാമം ജപിക്കാതെ വന്നു. നമുക്ക് നാമജപമൊക്കെ കിട്ടിയപ്പോൾ അത് നമുക്ക് വലിയൊരു ആശ്വാസം പോലെ തോന്നി. പക്ഷെ ഈ പ്രസ്ഥാനത്തിൽ നമ്മൾ തുടർന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് നാമമല്ലാതെ മറ്റു പല കാര്യങ്ങളും നമ്മുടെ ഇതിൽ വന്നു. ടെമ്പിൾ കൺസ്ട്രക്ഷൻ വന്നു, ഡിവോട്ടി കെയർ, ഡിവോട്ടി ക്ലാസ്സുകൾ, പ്രസാദം, ഇതെല്ലാം വരും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നാമത്തിന് ഇത് നമ്മൾ ഒരു സൈഡ് വെച്ചു. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ സമയം കിട്ടുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഇത് നമുക്ക് വരും. പക്ഷെ നാമത്തിനുള്ള പ്രാധാന്യം എപ്പോഴും ഉണ്ട്. അത് നമ്മൾ കുറയ്ക്കാനായിട്ട് പാടില്ല. അത് നമ്മൾ വീണ്ടും വീണ്ടും ഓർത്ത് ഡിവോട്ടീസിന്റെ പ്രഭുപാദ ഒരു ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് യുവർ ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സർവീസ് ഈസ് 16 റൗണ്ട് ജപം. ആദ്യത്തതും ഒരു ദിവസത്തിൽ ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് സർവീസ് എന്ന് വെച്ചാൽ 16 മാല ജപമാണ് എന്ന് പറയുന്നത്. നമ്മൾ സർവീസ് ആക്റ്റീവായിട്ട് ചെയ്യണം, പക്ഷെ ഇതാണ് ഒരു ദിവസം ചെയ്യുന്ന ഏറ്റവും വലിയ. നമ്മളിപ്പോ ഒരു ദിവസം നമ്മള് ഡിവോട്ടീസിന് സർവ് ചെയ്യുന്നുണ്ടാവും, നമ്മള് കുക്ക് ചെയ്യുന്നുണ്ടാവും, നമ്മള് ക്ലാസ് എടുക്കുന്നുണ്ടാവും, നമ്മൾ ഒരു കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നുണ്ടാകും, നമ്മൾ ഏതെങ്കിലും ഡിവോട്ടീസിന് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. ഇതെല്ലാം പല പല സർവീസ് ഒരു ദിവസം നമ്മൾ ചെയ്യുന്നുണ്ടാവും, ബുക്സ് വിതരണം ചെയ്യുന്നുണ്ടാവും. പക്ഷെ പ്രഭുപാദ ഒരു ലെറ്ററിൽ പറഞ്ഞിരുന്നത് യുവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സർവീസ് 16 റൗണ്ട്, 16 മാല ജപം. അപ്പൊ അതെപ്പോഴും അതിനൊരു സ്ഥാനമുണ്ട്, ഏറ്റവും ഫസ്റ്റ് സ്ഥാനമുണ്ട്. നമ്മൾ ഈ പ്രസ്ഥാനത്തിൽ കുറെ വർഷങ്ങളാകുമ്പോൾ നമ്മൾ ആ നാമത്തിനുള്ള പ്രാധാന്യം നമ്മൾ മറന്നു. ആ ദിവസത്തിൽ പ്രാധാന്യമായിട്ട് ചെയ്യേണ്ടതിന് നാമം കാണത്തില്ല. ചിലപ്പോൾ ഏറ്റവും ബാക്കിലോ അല്ലെങ്കിൽ ഒരു മിഡിലോ ഒക്കെ ആയിരിക്കും നാമജപം എന്നുള്ളത് വരുന്നത്. നമ്മള് ഇതുപോലെ തന്നെ നമ്മൾ ഒരു കുട്ടി അത് പഠിച്ചിട്ട് വന്നാൽ കൃഷ്ണൻ അതിനുള്ള ടീച്ചർ അതിനുള്ള ഓർമ്മ കൊടുക്കും, അല്ലെങ്കിൽ അതിനുള്ള ഫെസിലിറ്റി കൊടുക്കും. നമ്മളത് നെഗ്ലക്ട് ചെയ്യുകയാണെങ്കിൽ ആ മറവി തരും എന്നാണ് നമുക്ക് എക്സ്ട്രാ റൗണ്ട് നമ്മുടെ 16 റൗണ്ടിനെ നമുക്ക് പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നില്ലെങ്കിൽ എക്സ്ട്രാ റൗണ്ട് ജപിക്കാനുള്ള ഓർമ്മ എങ്ങനെ ഭഗവാൻ തരും? അതാണ് അത് അന്ന് നമ്മൾ എപ്പോ ഇവിടെ വരുമ്പോ അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. നമ്മളെല്ലാം ലാക്കായി, നമ്മളെല്ലാം ഞാനും ഉൾപ്പെടെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അത് മനസ്സിലാവുന്നുണ്ട് 16 മാലയ്ക്കുള്ള പ്രാധാന്യം. മറ്റുള്ള രാവിലെ എന്നിട്ട് അത് ട്രെയിനിക്ക് ജപിക്കാന്ന് വിചാരിച്ചു, പക്ഷെ അതൊട്ടും ഒരു ഇല്ലാത്ത ജപമാണ്. അതുകൊണ്ട് ഉറക്കം കുറച്ചാൽ പോലും എങ്ങനെയാണ് ഫസ്റ്റ് 16 റൗണ്ട് കറക്റ്റ് ചെയ്യണം എന്നുള്ളൊരു ഒത്തിരി റൂമിൻ്റെയൊക്കെ ഒരുപാട് 16 മാല വളരെ ഇതായിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പക്ഷെ ഒരു ശ്രമം ചെയ്യുന്നുണ്ട് അത് തിരിച്ചു വരുത്താൻ. അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. തിരിച്ചെങ്ങനെയാണ് വരണം? ഗുരുവിന് നമ്മൾ കൊടുത്തൊരു പ്രോമിസ് ആണ് 16 മാല. അതെങ്ങനെയും കറക്റ്റായിട്ട് നമ്മൾ ചെയ്യണം. അത് ചെയ്താൽ പിന്നെ 60 എക്സ്ട്രാ റൗണ്ടിന് അതേ നമ്മൾ ചെയ്യുന്നതിന് എക്സ്ട്രാ റൗണ്ടിന് കാര്യം ചോദിക്കേണ്ട കാര്യം. പിന്നെയുള്ള ദിവസങ്ങളിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ കുറച്ചുകൂടെ നമ്മൾ കൂടുതൽ കൗണ്ട് കറക്റ്റ്. അങ്ങനെ പ്രഭുപാദ് പറഞ്ഞിട്ടുണ്ടോ? ഇന്നിപ്പോ ഒരു സർവീസ് ഉണ്ട്, നമുക്ക് 16 ചെയ്യാൻ പറ്റിയില്ലെങ്കിലും 12 ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ ചെയ്യുമ്പോൾ നമ്മൾ 4 കൂടെ എക്സ്ട്രാ ചെയ്യണം. അതെ, കറക്റ്റാണ്. പക്ഷെ അത് ഒരുപാട് അങ്ങനെ ആയിപ്പോകരുത് എന്ന് പ്രഭുപാദ് പറഞ്ഞു. ഒരുപാട് പെൻഡിങ് ആക്കരുത്. പിന്നെ അത് നമ്മൾ മടി പിടിച്ച് വിഷമിച്ചൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. അങ്ങനെ നമ്മള് ഒരു ഷെഡ്യൂൾ കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിന് ഒരു സമയം കണ്ടെത്തുക എന്നുള്ളതാണ്.
എപ്പോഴെങ്കിലും നമ്മൾ അതിനൊരു കണ്ടെത്തി ചെയ്യാൻ വേണം. വേറെ ഒരുപാട് സർവീസ് കിട്ടുമ്പോഴേ അതിന് നമ്മള്, കാരണം അതൊരു ഞാനും ഭഗവാനും മാത്രമായിട്ടുള്ളൊരു ബന്ധമാണ്. അത് വേറെ ആരും അറിയും. മറ്റേ ചിലപ്പം നമ്മൾ അത് ചെയ്തില്ലെങ്കിൽ ടെമ്പിൾ പ്രസിഡന്റ് വഴക്ക് പറയും, ഭഗവാൻ കുക്ക് ചെയ്യുന്ന കറക്റ്റ് സമയം അല്ലെങ്കിൽ പൂജാരി വഴക്ക് പറയും. എല്ലാവരും ഉണ്ട് നമ്മൾ നോക്കും. പക്ഷെ നാമത്തിനെ നോക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് ആ സമയം നമ്മൾ അത് ഭഗവാനും ഗുരുവിനും നമ്മൾ കൊടുത്ത കമ്മിറ്റ്മെന്റ് ആണെന്ന് വിചാരിച്ച് അതിനൊരു സമയം കണ്ടെത്തും. One is in liberated state, even when one is in material world. What does it mean? വന്നിട്ട് Liberated state, even when one is in material world. ഒരാള് ഭൗതിക ലോകത്തിലായിരിക്കുമ്പോഴും അയാൾ ലിബറേറ്റഡ് ആണ് എന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് പറയുന്നത്, അത് ഒരു ശ്ലോകമുണ്ട് രൂപഗോസ്വാമി. വിഹേസ്യ ഹരിയദാസി മനസാ കർമ്മണാകില നിഖില സ്വപ്യവസ്ഥാസു ജീവൻ മുക്തസൗചി. ഏതൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വാക്ക്, അദ്ദേഹത്തിന്റെ പ്രവൃത്തി, അദ്ദേഹത്തിന്റെ ചിന്ത മുഴുവനായിട്ട് ഈശ്വരന്റെ സേവനത്തിൽ ഉപയോഗിക്കുന്നത്, ആ വ്യക്തി ലിബറേറ്റഡ് ആണ്. നമുക്ക് ഒരുപാട് ആധ്യാത്മിക ആചാര്യന്മാരൊക്കെ ഇപ്പോഴും ഈ ഭൂമിയിലുണ്ട്. പ്രഭുപാദിനെ കണ്ടിട്ടില്ല, പക്ഷെ പ്രഭുപാദ് അങ്ങനെയാണെന്ന് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ ചിന്തയാകട്ടെ, അദ്ദേഹത്തിന്റെ വാക്കാകട്ടെ, അദ്ദേഹത്തിന്റെ പ്രവൃത്തിയാകട്ടെ ഭഗവാന്റെ സേവനം തന്നെയാണ്. നമുക്ക് ഉറപ്പായിട്ട് അറിയാം പ്രഭുപാദ് ലിബറേറ്റഡ് ആണെന്ന് അറിയുന്നത്. അതേപോലെ എത്ര മഹാരാജന്മാർ, ജയപ്രതാക്ക മഹാരാജ് ഇപ്പൊ റീസെന്റ് ഇവിടെ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യം എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അദ്ദേഹം ഇത്രയും ട്രാവൽ ചെയ്ത് ഇവിടേക്ക് വരാനും ശിഷ്യന്മാരെ ഇൻസ്പയർ ചെയ്യാനും ഒക്കെ അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ചിന്തയാകട്ടെ, പ്രവൃത്തിയാകട്ടെ, അദ്ദേഹത്തിന്റെ വാക്കുകളാകട്ടെ എപ്പോഴും ഭഗവാനെയും ഭക്തന്മാരെ ഇൻസ്പയർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ചെയ്തേക്കുന്നത്. ഇങ്ങനത്തെ വ്യക്തിത്വങ്ങൾ ഇപ്പോഴും ഈ ഭൂമിയിൽ ഉണ്ട്. അവരൊക്കെ ലിബറേറ്റഡ് പേഴ്സൺസ് ആണ്. അവരൊന്നും നമ്മളെ പോലുള്ള ഭൗതിക ബദ്ധ ജീവാത്മാക്കളാണ്. അവരൊക്കെ ലിബറേറ്റഡ് ആയിട്ടുള്ള വ്യക്തിത്വങ്ങളാണ്. ആ രീതിയിൽ അവരെ നമ്മൾ കാണുകയും റെസ്പെക്ട് ചെയ്യുകയും അവരിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. നമ്മളെ പോലുള്ള ഒരു ബദ്ധ ജീവാത്മാവല്ല സ്പിരിച്വൽ മാസ്റ്റർ. അങ്ങനെ നമ്മൾ മനസ്സിലാക്കും. ശ്രീമദ് ഭഗവത്ഗീത ശ്രീമദ് പ്രഭുപാദ്. അടുത്ത ഈ വരുന്ന ഞായറാഴ്ച നമ്മുടെ ഈ ഒരു ഹാളിനെ സ്പിരിച്വൽ സ്കൈ എന്നാണ് പറയുന്നത്. കാരണം ഇത് ഫസ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ ഇത് ടെറസ് മാത്രമായിരുന്നു. നമ്മളിവിടെ ഈ ടെറസ് താഴെയൊക്കെ പെയിന്റ് ചെയ്തു, ഈ മുകളിൽ റൂഫൊക്കെ ഇട്ടു. അങ്ങനെ നമ്മളിവിടെ നേരത്തെ താഴെയായിരുന്നു ക്ലാസ്സുകൾ, ഇവിടെ അല്ലായിരുന്നു. അങ്ങനെ ഇവിടെ വെച്ച് ക്ലാസ് തുടങ്ങിയിട്ട് 4ാമത്തെ വർഷമാണ്. നമ്മുടെ ജഗസാക്ഷി പ്രഭു ആയിരിക്കും വരുന്നത് 7 മണിക്ക്. ഈ വരുന്ന 23-ാം തീയതി 7 മണിക്ക് ഇവിടെ പ്രോഗ്രാംസ് ഉണ്ടാവും. എല്ലാവരും പങ്കുചേരണം. നമുക്ക് നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു അലമാര നമുക്കൊരു ഡിവോട്ടിയാണ്, അദ്ദേഹം പേര് പറയണ്ടെന്ന് പറഞ്ഞത് നമ്മൾ പറയുന്നില്ല. ഡിവോട്ടിയാണ് നമുക്ക് ഈ ഒരു അലമാര തന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ സൗകര്യമാണ്. നമുക്ക് മൈക്കും എല്ലാം സൂക്ഷിക്കുക, പൂട്ട് ഉള്ള അലമാരയാണ്. അപ്പം നമ്മളിപ്പോ ഇന്ന് ഈ തുറന്നെങ്കിലും നിങ്ങളെ ഇനാഗ്രേറ്റ് ചെയ്യുന്നത് എന്താ, അതിന് നമ്മള് ആൽക്കണൊക്കെ വെച്ച് കെട്ട് ചെയ്ത് അപ്പൊ അതൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം. അതൊക്കെ ചെയ്യാം. നേരത്തെ വരുവാണെങ്കിൽ 6 മണിക്ക് വരുവാണെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. ഏതാ അത് 24-ാം തീയതി മിനി മാതാജിയുടെ നമ്മുടെ ഇവിടെ ഒരു ഡോക്ടറുണ്ട്, ഭക്ത മിനി, അനസ്തീഷ്യ ഡോക്ടറാണ്. മാജിയുടെ ഹസ്ബൻഡിന്റെ വീടാണെന്ന് തോന്നുന്നു ഹരിപ്പാട്. ഹസ്ബൻഡ് ഹരിപ്രസാദ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വീട് ഹരിപ്പാടാണ്. അപ്പം ഹരിപ്പാട് വെച്ച് ഒരു 3 ദിവസമായിട്ട് ശ്രീമദ് ഭാഗവത സപ്താഹം ചെയ്യുന്നുണ്ട്. ഹരിപ്പാടാണ്. എന്റെ അടുത്ത തന്നെ മാജി, ഹരിപ്പാടും മുതുകുളം. ഇവിടെ നിന്ന് ബസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ താമസിക്കാനുള്ള അക്കോമഡേഷനും 3 നേരമുള്ള പ്രസാദവും അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജഗസാക്ഷി പ്രഭുവിന്റെ
ഇപ്പൊ 3 ദിവസം ജനശേഷി പ്രഭുവിന്റെ അസോസിയേഷൻ എടുക്കാനും ഭാഗവതം കേട്ട് മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ്. അപ്പം ഈ 3 days ഫ്രീ ആയിട്ടുള്ളവർ, ഈ 3 days നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും, 3 ദിവസം ഒരു എക്സ്കർഷൻ പോലെ പോകാൻ പറ്റും എന്ന് വിചാരിക്കുന്നവർക്ക് അതാർക്ക് നേരത്തെ അറിയിക്കണം. താമസം ഗിരിരാജ് പ്രഭുവിനെ അറിയിച്ചു. ഗിരിരാജ് പ്രഭു പോകാൻ താല്പര്യമുള്ളവർക്ക് ഇന്നത്തെ പ്രസാദം ഹർഗ്രേസ് അമല മാഞ്ചിയാണ്. നമുക്ക് അന്ന് മാഞ്ചിയുടെ ആരോഗ്യത്തിനും മാഞ്ചിയുടെ കൃഷ്ണാബോധത്തിനും ആയിട്ട് നമുക്ക് എല്ലാവർക്കും 3 വട്ടം ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീല പ്രഭുപാദ് കി ജയ്.